സിറിയൻ അഭയാർത്ഥികൾക്കായി യുഎഇയുടെ സഹായത്തിൽ നിർമ്മിച്ച അഭയാർത്ഥി ക്യാമ്പ് യുഎഇ വികസന അന്താരാഷ്ട്ര സഹകരണ മന്ത്രി ഷെയ്ഖ് ലുബ്ന അൽ ഖാസിമി അഭയാർത്ഥികൾക്കായി സമർപ്പിച്ചു. ആദ്യഘട്ടത്തിൽ 13,000 അഭയാർത്ഥികളെ ഉൾക്കൊള്ളുന്ന ക്യാമ്പ് ജോർദാനിലാണ് നിർമ്മിച്ചത്. സിറിയൻ ജനതയുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നും വലിയൊരു മാനുഷിക പ്രശ്നമായി മാറിയെന്നും സിറിയൻ ജനതയ്ക്ക് യുഎഇയുടെ പിന്തുണ എല്ലാ കാലത്തും ഉണ്ടാവുമെന്നും ഷെയ്ഖ് ലുബ്ന അഭിപ്രായപ്പെട്ടു. ഇനി ഇന്നത്തെ കറൻസി നിലവാരം നോക്കാം. സൗദി റിയാൽ 14.86, യുഎഇ ദിർഹം 15.18, ബഹ്റൈൻ ദിനാർ 147.8, കുവൈറ്റ് ദിനാർ 194.4, ഖത്തർ റിയാൽ 15.3, ഒമാൻ റിയാൽ 144.78. ചരിത്രവിടവുകൾ സമാധാനത്തിന് വിലങ്ങുതടിയാവരുതെന്ന് ആശംസിച്ച് അവർ ഒത്തുകൂടി. ഓസ്വിച്ച് നാസി ക്യാമ്പ് സ്മാരകത്തിലാണ് ജൂത മുസ്ലിം നേതാക്കൾ ഒത്തുകൂടിയത്. ചരിത്രം വരും തലമുറയെ തമ്മിലടിപ്പിക്കരുതെന്ന് കൂടിക്കാഴ്ചയിൽ നേതാക്കൾ പറഞ്ഞു. രണ്ടാം ലോക യുദ്ധകാലത്ത് ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്ത ഓസ്വിച്ച് നാസി ക്യാമ്പിന്റെ കവാടത്തിലാണ് അവർ ഒത്തുകൂടിയത്. ക്യാമ്പിൽ ആളുകളെ തൂക്കിക്കൊന്ന ദ ഡെത്ത് ഓഫ് വാൾ എന്നറിയപ്പെടുന്ന മരണച്ചുവരിനടുത്ത് പ്രാർത്ഥന നടത്തിയ ശേഷം ബാരക്കുകൾ, ഗ്യാസ് ചാമ്പർ, നിരവധി മൃതദേഹങ്ങൾ അടക്കിയ ശ്മശാനം എന്നിവിടങ്ങൾ സംഘം സന്ദർശിച്ചു. ഈ കൂട്ടക്കൊലയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്ന് സംഘത്തിലെ ഇമാം മുഹമ്മദ് മജീദ് പറഞ്ഞു. Media and films and literatures about Muslims in Europe, we have to stand against this, to be genuine about it. മതങ്ങൾക്കിടയിൽ സമാധാനം നിലനിർത്താൻ നേതാക്കൾ പരിശ്രമിക്കണമെന്ന് കൂടിക്കാഴ്ചയുടെ സംഘാടകനായ റബി ജാക്ക് ബെമ്പോർട്ട് പറഞ്ഞു. സമാധാനം നിലനിർത്താൻ രാഷ്ട്രീയ തലത്തിൽ സമ്മർദ്ദം ചെലുത്താൻ മതനേതാക്കൾക്ക് കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. The world religious leaders were to commit themselves to peace. സംഘം ജർമ്മനിയിലെ നാസി ക്യാമ്പും സന്ദർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. മെയ് മാസത്തിലെ പൗർണമി നാൾ മ്യാൻമർ ജനതയ്ക്ക് ആഘോഷമാണ്. അന്നാണ് അവിടുത്തെ ബോട്രി വാട്ടറിംഗ് ഫെസ്റ്റിവൽ. ശ്രീബുദ്ധന് ബോധോദയമുണ്ടായത് ബോധി മരച്ചുവട്ടിൽ വെച്ചായിരുന്നു. അതിനാൽ 90% ബുദ്ധമത വിശ്വാസികളായ മ്യാൻമർ ജനതയ്ക്ക് ബോധിവൃക്ഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മെയ് മാസത്തിലെ പൗർണമി രാവ് അതുകൊണ്ട് തന്നെ അവർ ബോധിമരങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു. ബോധിമരങ്ങളെ അലങ്കരിച്ചും മരത്തിന് വെള്ളമൊഴിച്ചുമാണ് മ്യാൻമർ ജനത ഈ ദിവസം ആഘോഷിക്കുന്നത്. ബോധി ട്രീ വാട്ടർ ഉത്സവത്തിന്റെ പ്രധാന വേദിയായ ശ്വാഡഗോൺ പഗോഡയിൽ രാവിലെ 6 മണി മുതൽ തന്നെ അഭൂതപൂർവമായ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ബോധി മരച്ചുവട്ടിൽ വെള്ളമൊഴിക്കുന്നത് ഐശ്വര്യം നൽകുമെന്നാണ് മ്യാൻമർക്കാരുടെ വിശ്വാസം. ന്യൂസ് ഡെസ്ക് മീഡിയ 1. പൈലറ്റില്ലാ വിമാനാക്രമണങ്ങളെ ന്യായീകരിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ബറാക് ഒബാമ. തീവ്രവാദം നേരിടുന്നതിന് ഡ്രോൺ ആക്രമണങ്ങൾ ഒഴിവാക്കാനാവാത്തതാണ് എന്നാണ് ഒബാമയുടെ വാദം. ആക്രമണങ്ങളിൽ സാധാരണ പൗരന്മാർ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കാൻ പുതിയ മാർഗനിർദ്ദേശങ്ങളും ഒബാമ പുറത്തിറക്കി. ഗ്വാണ്ടനാമോ ജയിൽ അടച്ചുപൂട്ടുമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്നും ഒബാമ പറഞ്ഞു. America's actions are legal. We were attacked on 9/11. Within a week, Congress overwhelmingly authorized the use of force. We are at war with an organization that right now would kill as many Americans as they could if we did not stop them first. So this is a just war, a war waged proportionally, in last resort, and in self-defense. വാഷിംഗ്ടണിലെ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റിയിലെ പ്രസംഗത്തിൽ ഒബാമ പൈലറ്റില്ലാ വിമാനങ്ങളുടെ ആക്രമണങ്ങളെ ന്യായീകരിച്ചത് ഇങ്ങനെയായിരുന്നു. ഭീകരതയ്ക്കെതിരെയുള്ള അമേരിക്കയുടെ യുദ്ധം നിർണായക ഘട്ടത്തിലാണെന്ന് പറഞ്ഞ ഒബാമ, ഡ്രോൺ ആക്രമണത്തിൽ സാധാരണ പൗരന്മാർ കൊല്ലപ്പെടുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്തോളം അമേരിക്കക്കാരെ വേട്ടയാടുമെന്ന് പറഞ്ഞു. കുപ്രസിദ്ധമായ ഗോണ്ടാനാമോ ജയിൽ അടച്ചുപൂട്ടുമെന്ന് ആവർത്തിച്ച ഒബാമ, രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ടാണ് ജയിൽ പൂട്ടാനുള്ള ശ്രമം വിജയിക്കാതെ പോയതെന്നും തുറന്നടിച്ചു. There is no justification beyond politics for Congress to prevent us from closing a facility that should have never been opened. ഇതിനിടെ പൈലറ്റില്ലാ വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങളുടെ കരട് ഒബാമ ഭരണകൂടം പുറത്തിറക്കി. പാകിസ്ഥാൻ, യമൻ എന്നിവിടങ്ങളിലല്ലാത്ത ഡ്രോൺ ആക്രമണങ്ങളുടെ നിയന്ത്രണം അമേരിക്കൻ സൈന്യത്തിനായിരിക്കും എന്നതാണ് കരടിലെ നിർദ്ദേശം. CIA ആണ് പൈലറ്റില്ലാ വിമാന ആക്രമണങ്ങൾ നടത്തുന്നത്. ഡ്രോൺ ആക്രമണങ്ങളിൽ പാകിസ്ഥാനിലും മറ്റും നിരവധി നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. IPL വാതുവയ്പുമായി ബന്ധപ്പെട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് CEO ഗുരുനാഥ് മെയ്യപ്പനെ മുംബൈ പോലീസ് ചോദ്യം ചെയ്തു. മുംബൈ വിമാനത്താവളത്തിൽ വെച്ചാണ് ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. BCCI പ്രസിഡന്റ് N. ശ്രീനിവാസന്റെ മരുമകനാണ് ഗുരുനാഥ് മെയ്യപ്പൻ. IPL വാതുവയ്പ് കേസിൽ വിന്ദു ധാരാസിംഗിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മെയ്യപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മെയ്യപ്പനെതിരെ ആരോപണമുയർന്ന സാഹചര്യത്തിൽ BCCI പ്രസിഡന്റ് N. ശ്രീനിവാസന്റെ രാജിക്ക് സമ്മർദ്ദമേറുന്നുണ്ട്. അതേസമയം മെയ്യപ്പൻ സൂപ്പർ കിങ്സ് ഉടമയോ CEO അല്ലെന്ന് ഇന്ത്യ സിമന്റ്സിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അറിയിച്ചു.
വനപാലകരെ നാട്ടുകാർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. ആസാമിലെ ധേംജി ജില്ലയിലാണ് സംഭവം. വനത്തിൽ നിന്നും തടിക്കഷ്ണം മോഷ്ടിച്ച് വിറ്റുവെന്നാരോപിച്ചാണ് വനപാലകർ യുവാവിനെ മർദ്ദിച്ചത്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച യുവാവ് തടിക്കഷ്ണങ്ങൾ തന്റെ സ്വന്തം പറമ്പിൽ നിന്നു തന്നെയെന്ന് ആവർത്തിച്ചു പറഞ്ഞെങ്കിലും വനപാലകർ ചെവിക്കൊണ്ടില്ല. യുവാവിനെ മർദ്ദിക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് നിരവധി ഗ്രാമവാസികൾ ചേർന്ന് 5 വനപാലകരെ കണക്കിന് പ്രഹരിച്ചത്. യുവാവ് താൻ നിരപരാധിയെന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നെന്നും എന്നാൽ ഇത് കേൾക്കാൻ വനപാലകർ തയ്യാറായില്ലെന്നും ദൃക്സാക്ഷിയായ യുവാവ് പറഞ്ഞു. നാട്ടുകാരുടെ മർദ്ദനമേറ്റ് ഗുരുതരമായി പരിക്കേറ്റ വനപാലകരെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഡൽഹിയിലെ തെരുവുകളിൽ 10,000-കണക്കിന് കുടുംബങ്ങൾ നിരാശ്രരായി കഴിയുന്നു. മനുഷ്യാവകാശങ്ങൾക്ക് നേരെയുള്ള ആഗോള നിഷ്ക്രിയത്വമാണ് അഭയാർത്ഥികളും കുടിയേറ്റക്കാരും ഇത്തരത്തിൽ അപകടകരമാം വിധം വർദ്ധിക്കാൻ കാരണമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ഇന്നലെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. 2 ലക്ഷത്തോളം മനുഷ്യരാണ് അനാഥരായി ഡൽഹി നഗരത്തിന്റെ അരുകുപറ്റി ജീവിക്കുന്നത്. അവരിൽ കൂടുതലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ്. വീടില്ലാത്ത കുട്ടികൾ ഉറങ്ങുന്നത് വാഹനങ്ങൾ തിരക്കിട്ട് പായുന്ന റോഡ് വക്കിലും. ഭക്ഷണവും പാർപ്പിടവും കുടിവെള്ളവുമില്ലാതെ കഴിയുന്ന ഇവർക്ക് കൂട്ടിനുള്ളത് കുറേ രോഗങ്ങൾ മാത്രം. പെൺകുട്ടികൾ തീരെ സുരക്ഷിതരല്ല. വീടില്ലാത്ത ഇവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനു പകരം പോലീസ് അവരെ നിരന്തരം പീഡിപ്പിക്കുകയാണെന്ന് പർവീൻ പറയുന്നു. और कंप्लेन उनके लिए लिखाने जाओ, तुम पैसा खाते हो, ऊपर से और सच्चो ही डांट के भगा देता. തൊഴിലില്ലായ്മയും ഗ്രാമീണരുടെ കുടിയേറ്റവും പ്രാദേശിക കലാപങ്ങളും ഡൽഹിയിൽ തെരുവുവാസികൾ വർദ്ധിക്കാൻ കാരണമായെന്ന് സന്നദ്ധ സംഘടനകൾ പറയുന്നു. ഗ്രാമീണ മേഖലയിലുള്ളവരുടെ ജീവിത നിലവാരം ഉയർത്തുകയും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്താലേ ഇതിന് പരിഹാരമാവുകയുള്ളൂ എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നതിനിടെ അനുരഞ്ജന നീക്കങ്ങൾക്കായി AK ആന്റണി കേരളത്തിലെത്തി. പ്രശ്നങ്ങൾ കേരളത്തിൽ തന്നെ പരിഹരിക്കണമെന്നും അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇടപെടുമെന്നും ആന്റണി കണ്ണൂരിൽ പറഞ്ഞു. AI നേതാക്കളുമായി ആന്റണി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ നിർദ്ദേശാനുസരണമാണ് പ്രശ്നത്തിൽ ആന്റണി ഇടപെട്ടതെന്നാണ് സൂചന. അതേസമയം ആന്റണി പങ്കെടുത്ത ചടങ്ങിൽ നിന്ന് രമേശ് ചെന്നിത്തല വിട്ടുനിന്നു. പനി മൂലമാണ് പങ്കെടുക്കാത്തതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. കോവളം കൊട്ടാരത്തിന്റെ 16 ഹെക്ടർ ഭൂമി RP ഗ്രൂപ്പിന് പോക്കുവരവ് ചെയ്തു നൽകി. വ്യവസായി രവി പിള്ളയുടെ നേതൃത്വത്തിലുള്ളതാണ് RP ഗ്രൂപ്പ്. വിഴിഞ്ഞം വില്ലേജ് ഓഫീസറാണ് നികുതി സ്വീകരിച്ച് പോക്കുവരവ് നടപടികൾ പൂർത്തിയാക്കിയത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കൊട്ടാരത്തിന്റെ മുൻ ഉടമസ്ഥരായ ITDCക്കും തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന ശാരദാ മുരളീധരൻ ഉൾപ്പെടെയുള്ള റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ക്രമക്കേടിൽ പങ്കുണ്ടെന്ന് കാണിച്ചായിരുന്നു കേസ്. ഇത് പിന്നീട് സർക്കാർ ഹൈക്കോടതിയിൽ പിൻവലിച്ചു. പ്രസ്തുത ഭൂമി പോക്കുവരവ് ചെയ്തു കൊടുക്കുന്നതിൽ തെറ്റില്ലെന്ന് നേരത്തെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ KA ജലീൽ സർക്കാരിന് നിയമോപദേശം നൽകിയിരുന്നു. യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ PM ഹനീഫ് അന്തരിച്ചു. കോഴിക്കോട് ലീഗ് ഹൌസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ കേന്ദ്രമന്ത്രി E അഹമ്മദ്, മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ഖബറടക്കം മലപ്പുറം എടവറ്റ ജുമാ മസ്ജിദിൽ നാളെ രാവിലെ 10 നടക്കും. IPL 2ാം ക്വാളിഫയറിൽ മഴമൂലം വൈകിയ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് 166 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. രാജസ്ഥാൻ റോയൽസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 165 റൺസ് എടുത്തു. തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ മുംബൈ ഇന്ത്യൻസ് 4 ഓവർ പൂർത്തിയാക്കുമ്പോൾ 34 റൺസ് എടുത്തിട്ടുണ്ട്. നേരത്തെ മഴമൂലം മത്സരം അരമണിക്കൂർ വൈകിയിരുന്നു. ഇന്നത്തെ വിജയ് ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രതിസന്ധികളെ അതിജീവിച്ച് കശ്മീർ സിൽക്ക് വ്യവസായം ലാഭത്തിലേക്ക്. ഇടയ്ക്കുമങ്ങിയ കശ്മീർ സിൽക്കിന്റെ പ്രതാപം ബന്ധപ്പെട്ട വകുപ്പുകളുടെയും പ്രാദേശിക ഭരണകൂടത്തിന്റെയും ഇടപെടലിനെ തുടർന്നാണ് ലാഭത്തിനെത്തിയത്. കശ്മീരിൽ സിൽക്ക് വ്യവസായം ലാഭത്തിലേക്ക് നീങ്ങുകയാണ്. സെറികൾച്ചർ മേഖലയിൽ വകുപ്പ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളാണ് ഈ വ്യവസായത്തെ ലാഭത്തിലെത്തിച്ചത്. ഗുണമേന്മയുടെ കാര്യത്തിൽ കശ്മീർ സിൽക്കിന് ആഗോളതലത്തിൽ ഗണനീയമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ
ക്രമേണ ഈ വ്യവസായം തകർച്ചയെ അഭിമുഖീകരിച്ചു. സമീപകാലത്ത് സെറികൾച്ചർ വകുപ്പും തദ്ദേശ ഭരണകൂടവും ചേർന്ന് നടത്തിയ ശ്രമങ്ങളുടെ ഫലമായി ഈ മേഖലയ്ക്ക് വീണ്ടും തിളക്കം വർദ്ധിക്കുകയാണ്. വ്യവസായത്തിന്റെ ഉണർവിനായി വകുപ്പ് കൊക്കൂണുകളുടെ ഗുണമേന്മയുടെ കാര്യത്തിലും മറ്റും കൂടുതൽ ശ്രദ്ധ കൊടുത്തുവെന്ന് സെറികൾച്ചർ ഡെവലപ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഉമൻ ഉള്ള ഷെയ്ഖ് പറഞ്ഞു. हमने ज़्यादा जोर जो है क्वालिटी इम्प्रूवमेंट पे दिया, क्योंकि क्वालिटी इम्प्रूवमेंट से ही लोगों की जो कोकून है, खुट्टी है, उसका रेट बढ़ेगा. ഇന്ത്യയിൽ പ്രതിവർഷം 48,000 മെട്രിക് ടൺ സിൽക്കിന് ഡിമാൻഡുണ്ട്. സിൽക്ക് ഉൽപാദനത്തിലും ഉപഭോഗത്തിലും ലോകത്തിൽ തന്നെ 2ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പ്രാദേശിക തലത്തിൽ കൊക്കൂൺ ഉൽപാദനത്തിൽ 10% വർധനയുണ്ടായിട്ടുണ്ട്. കശ്മീരിന്റെ 90% ജനങ്ങളും സെറികൾച്ചർ വ്യവസായത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഏകദേശം 4,400 കുടുംബങ്ങൾ കൊക്കൂൺ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. കാത്തുവ ജില്ലയിൽ മാത്രം 1,30,000 കിലോഗ്രാം കൊക്കൂൺ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. Be positive from Bright Light. വിരൽ തുമ്പിലെ സൂര്യൻ ബ്രൈറ്റ് ലൈറ്റ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രഥമ സൗദി സന്ദർശനത്തിന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് ജിദ്ദയിലെത്തി. പ്രത്യേക വിമാനത്തിലെത്തിയ അദ്ദേഹത്തിന് ജിദ്ദ വിമാനത്താവളത്തിൽ ഔദ്യോഗിക സ്വീകരണം നൽകി. ഖുർഷിദ് എത്തിയത് സൗദി വിദേശകാര്യമന്ത്രി അമീർ സുവദ് അൽ ഫൈസലിന്റെ ക്ഷണപ്രകാരം. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള നടപടികളും മേഖലാതല അന്തർദേശീയ വിഷയങ്ങളും ചർച്ച ചെയ്യും. റിയാദിൽ 2ാം ഘട്ട ഔട്ട്പാസ് പരിശോധന തിങ്കളാഴ്ച പുനരാരംഭിക്കും. ആദ്യഘട്ട പരിശോധന പൂർത്തിയായവർക്കുള്ള ഔട്ട്പാസ് നാളെ മുതൽ വിതരണം ചെയ്യും. 2ാം ഘട്ടത്തിൽ റിയാദിൽ 12,000 പേരുടെയും ദമാമിൽ 1,800 പേരുടെയും ഔട്ട്പാസ് രേഖകൾ പരിശോധിക്കും. IPL വാതുവെപ്പുമായി ബന്ധപ്പെട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് CEO ഗുരുനാഥ് മെയ്യപ്പനെ മുംബൈ പോലീസ് ചോദ്യം ചെയ്തു. മെയ്യപ്പനെ കസ്റ്റഡിയിലെടുത്തത് മുംബൈ വിമാനത്താവളത്തിൽ വെച്ച്. മെയ്യപ്പൻ സൂപ്പർ കിങ്സ് ഉടമയോ CEO അല്ലെന്ന് ഇന്ത്യ സിമൻസ്. മെയ്യപ്പന്റെ പങ്ക് വ്യക്തമായാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ IPL നിന്ന് പുറത്താക്കിയേക്കും. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് കേരളത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇടപെടുമെന്ന് AK ആന്റണി. കോൺഗ്രസ് ഒരു സംസ്ഥാന പാർട്ടി മാത്രമല്ല. പ്രശ്നപരിഹാരത്തിന് കോൺഗ്രസിന് മറ്റ് പല മാർഗങ്ങളുണ്ട്. AI നേതാക്കളുമായി ആന്റണി കൂടിക്കാഴ്ച നടത്തി. ആന്റണി പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ രമേശ് ചെന്നിത്തലയില്ല. പനിയെന്ന് വിശദീകരണം. പരസ്യ പ്രസ്താവനയുണ്ടായാൽ കർശന നടപടിയെന്ന് AICC. ഇതോടെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് സമാപിക്കുന്നു. ശുഭരാത്രി.